ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം 10-ാം അധ്യായം 8-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കി ഭാഗങ്ങൾ നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ 10-മോऽധ്യായഃ. വിദുര ഉവാച. അന്തർഹിതേ ഭഗവതി ബ്രഹ്മാലോകപിതാമഹഃ പ്രജാഃ സസർജകതിഥാ ദൈഹികീർമാനസൈർവിഭുഃ യേ ച മേ ഭഗവൻ പൃഷ്ടാസ്ത്വയ്യർത്ഥാ ബഹുവിത്തമാ താൻ വദസ്വാനുപൂർവേണാച്ഛിന്തി ന സർവസംശയാൻ. സൂത ഉവാച. ഏവം സഞ്ജോതിതസ്തേന ക്ഷത്രാകൗഷാരവോ മുനിഃ പ്രീതഃ പ്രത്യാഹതാൻ പ്രശ്നാൻ ഹൃദി സ്ഥാൻ അഥ ഭാർഗവാം. മൈത്രേയ ഉവാച. വിരിഞ്ചോപി തഥാ ചക്രേ ദിവ്യം വർഷശതം തപഃ ആത്മന്യാത്മാനമാവേശ്യ യദാഹ ഭഗവാൻ അജഃ തദ്വിലോക്യാബ്ജസംഭൂതോ വായുനാ യദധിഷ്ഠിതഃ പത്മമംഭശ്ച തത്കാല കൃതവീര്യേണ കമ്പിതം തപസാ ഹ്യേധമാനേന വിദ്യയാജാത്മസംസ്ഥയാ വിവൃദ്ധ വിജ്ഞാനബലോ നിപാദ്വായും സഹാംഭസാം തദ്വിലോക്യ വിയദ്വാപി പുഷ്കരം യദധിഷ്ഠിതം അനേന ലോകാൻ പ്രാഗ്ലീനാൻ കൽപ്പിതാസ്മീത്യചിന്തയത്. പത്മകോശം തദാവിശ്യ ഭഗവത്കർമ്മചോദിതഃ ഏകം വ്യഭാംക്ഷീദുരുധാ ത്രിധാ ഭാവ്യം ദ്വിസപ്തധാ. 9-ാമത്തെ ശ്ലോകം. ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദസമാഹൃതഃ ധർമ്മസ്യ അനിമിത്തസ്യ വിപാകം പരമേഷ്ഠ്യസൗ. ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദം സമാഹൃതഃ ധർമ്മസ്യ ഹ്യനിമിത്തസ്യ വിപാക പരമേഷ്ഠ്യസൗ. ഇതില് ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദ, ഇത്രയും ആണ് ഈ ജീവലോകങ്ങൾ പറഞ്ഞു. ആ പത്മകോശം ആകാശത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ട് അതിൽ 14 ലോകങ്ങളെ ഏകദേശം അദ്ദേഹം ബ്രഹ്മദേവൻ കണ്ടു. എന്നിട്ട് ആ ഒന്നിനെ അത് 3ആയിട്ട് വിഭജിച്ചു എന്ന് പറഞ്ഞു. 3 ലോകമായിട്ട് വിഭജിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് ആ ജീവന്മാർക്ക് ആവാസം. ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദം, ജീവന്മാർക്ക് ആവാസം എന്ന ഒരു വ്യവസ്ഥ. സംസ്ഥാഭേദ, അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ട്. അപ്പോൾ ആ സത്യലോകനാഥനായിരിക്കുന്ന സത്യലോകസ്ഥനായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ പരമേഷ്ഠി എന്ന് പറഞ്ഞാൽ സത്യലോകസ്ഥൻ ആണ് അർത്ഥം. ആ സത്യലോകസ്ഥനായിരിക്കുന്ന ഈ ബ്രഹ്മദേവൻ അനിമിത്തസ്യ, ഫലാപേക്ഷ ഇല്ലാതെ ആ ധർമ്മത്തിൻ്റെ ആ വിപാകഃ ഹി, ധർമ്മത്തിൻ്റെ പരിഭാഗം അത്രേ. ഭഗവാൻ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും ലോകങ്ങൾ മാത്രം സൃഷ്ടിച്ചാൽ മതി. അപ്പോൾ ഇത്രയുമാണ് ആ ജീവന്മാർക്ക് ആവാസമെന്ന് വ്യവസ്ഥയുണ്ട്. അതാണ് ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദ സമാഹൃത. സത്യലോകസ്ഥനായിരിക്കുന്ന ഈ ബ്രഹ്മദേവൻ പരമേഷ്ഠ്യസവും അനിമിത്തസ്യ, ഫലാപേക്ഷയില്ലാതെ ആ ധർമ്മത്തിൻ്റെ ആ പരിഭാഗം ആണ്, പരിഭാഗമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ മീനിങ്. അപ്പോൾ അതിലത്തെ ആ പദങ്ങളെ ഏതാവാൻ, ഇത്രയുമാണ്, ജീവലോകസ്യ സംസ്ഥാഭേദ, ജീവന്മാർക്ക് ആവാസം എന്ന്, സമാഹൃത, വ്യവസ്ഥയുണ്ട് എന്നർത്ഥം, പരമേഷ്ഠി, അസത്യലോകസ്ഥനായിരിക്കുന്ന അസൗ, ഈ ബ്രഹ്മദേവൻ, അനിമിത്തസ്യ, ഫലാപേക്ഷ ഇല്ലാത്ത ആ ധർമ്മസ്യ വിപാകഃ ഹി, ആ ധർമ്മത്തിൻ്റെ പരിഭാഗം അത്രേ. എന്നുകൂടി പറയാം. ഏതാവാൻ, ഇത്രയുമാണ്, ജീവലോകസ്യ സംസ്ഥാഭേദ, ആ ജീവന്മാർക്ക് ആവാസമെന്ന്, സമാഹൃത, വ്യവസ്ഥയുണ്ട്, പരമേഷ്ഠി, അസത്യലോകസ്ഥനായിരിക്കുന്ന അസൗ, ഈ ബ്രഹ്മദേവൻ, അനിമിത്തസ്യ, ഫലാപേക്ഷയില്ലാത്ത ധർമ്മസ്യ വിപാകഃ ഹി, ധർമ്മത്തിൻ്റെ പരിഭാഗം അത്രേ. അതിലത്തെ അന്വയം ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദ സമാഹൃത പരമേഷ്ഠി അസൗ അനിമിത്തസ്യ ധർമ്മസ്യ വിപാകഃ ഹി. എന്നുകൂടി പറയാം. ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദ സമാഹൃത പരമേഷ്ഠി അസൗ അനിമിത്തസ്യ ധർമ്മസ്യ വിപാകഃ. ഇത്രയുമാണ്
ആ ജീവന്മാർക്ക് ആവാസം എന്ന വ്യവസ്ഥയുണ്ട്. സത്യലോകസ്ഥനായിരിക്കുന്ന ഈ ബ്രഹ്മദേവൻ ഫലാപേക്ഷയില്ലാത്ത ആ ധർമ്മത്തിന്റെ പരിഭാഗമത്രേ. ഒന്നുകൂടി പറയാം. ഇത്രയുമാണ് ആ ജീവന്മാർക്ക് ആവാസമെന്ന് വ്യവസ്ഥയുണ്ട്. സത്യലോകസ്ഥനായിരിക്കുന്ന ഈ ബ്രഹ്മദേവൻ ഫലാപേക്ഷയില്ലാത്ത ആ ധർമ്മത്തിന്റെ പരിഭാഗമത്രേ. ബ്രഹ്മാവ് തന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ആ താമരയും അതിരിക്കുന്ന ജലവും കാലത്തിന്റെ ബലം ഹേതുവായിട്ട് വായുവിനാൽ ഇളക്കപ്പെട്ടതായിട്ട് കണ്ടിട്ട് വർദ്ധിച്ച തപോബലം കൊണ്ടും തന്നിൽ കുടികൊള്ളുന്ന ആ വിദ്യാബലം കൊണ്ടും അഭിവൃദ്ധി പ്രാപിച്ച ആ വിജ്ഞാന ബലത്തോടു കൂടിയവനായിട്ട് ജലത്തോടുകൂടി ആ വായുവിനെ ആദ്യം പാനം ചെയ്തു. തന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ആ താമര ആകാശത്തിൽ വ്യാപിച്ചു കിടക്കുന്നതായി കണ്ടപ്പോൾ ഇതിനെ കൊണ്ട് ലോകകൽപ്പന ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിച്ചു. ആ ലോകങ്ങളെ അതിൽ കണ്ടു എന്നർത്ഥം. ഭഗവാൻ ഉപദേശിച്ച ആ കർമ്മം ചെയ്യുവാൻ പ്രേരിപ്പിക്കപ്പെട്ടവനായ ആ ബ്രഹ്മാവ് ആ താമരമുട്ടിൽ പ്രവേശിച്ചു. അങ്ങനെ ഒന്നായി കിടക്കുന്നതും അനേകമായും മൂന്നായും 14ആയും ഭാഗിക്കാൻ പറ്റിയതുമായിട്ടുള്ള ആ താമരയെ മൂന്നാക്കി ഭാഗിച്ചു. ഈ 3 ലോകങ്ങളാണ് വിവിധതരം ജീവജാലങ്ങളുടെ അധിവാസ സ്ഥാനങ്ങൾ എന്ന് മഹാന്മാർ പറയുന്നു. സത്യലോകസ്ഥിതനായിരിക്കുന്ന ബ്രഹ്മാവ് ഫലാപേക്ഷയില്ലാത്ത ഉപാസനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ചെയ്യുവാൻ ശക്തനായത്. ബ്രഹ്മാവ് ആ ഭഗവാനാൽ തന്നെ സൃഷ്ടികർമ്മത്തിന് പ്രേരിതനായിട്ട് ആ താമര മുകുളത്തിൽ തന്നെ പ്രവേശിച്ച് 14 ലോക രൂപേണയും അതിലും അധികമായും തീരുവാൻ യോഗ്യതയുള്ള ആ വിശാലമായ ഒരു കമലത്തെ തന്നെ 3 ലോക രൂപത്തില് ഭാഗിച്ചു. ജീവലോകത്തിന്റെ സംസ്ഥയെ സംബന്ധിച്ചിടത്തോളമുള്ള ഭേദം ഇത്രയുമാണ്. അനിമിത്തമായിരിക്കുന്ന ധർമ്മത്തിന്റെ വിഭാഗവും ഈ അനിമിത്തമായ ധർമ്മത്തിന്റെ വിഭാഗവും ഈ ബ്രഹ്മദേവൻ മാത്രം ആണ്. ജീവലോകത്തിന്റെ ആ ഭേദസ്ഥാനങ്ങൾ ഈ ത്രിലോകം നിർമ്മാണത്തിൽ ഒതുങ്ങിയിരിക്കുന്നുവെന്ന് ആ മഹാന്മാർ പറയുന്നു. ഇപ്രകാരം സകല ജീവന്മാർക്കും സുഖ ദുഃഖാനുഭവത്തിന് പര്യാപ്തമായിരിക്കുന്ന ആ ത്രിലോക നിർമ്മാണത്തിൽ ആ ബ്രഹ്മാവിന് സാമർഥ്യം സിദ്ധിച്ചത് എങ്ങനെയെന്നാൽ ഫലാകാംക്ഷ കൂടാതെ ഭഗവത് പ്രസാദ സിദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്ത ആ ധർമ്മത്തിൻ്റെ ഫലപരിണാമത്തിൻ്റെ സ്വരൂപമാണ് ആ ബ്രഹ്മദേവൻ. അപ്പം നമ്മൾ കർമ്മം ചെയ്യേണ്ടതും ഈ ഫലാപേക്ഷ കൂടാതെ ആ ഭഗവാന് സമർപ്പണമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടതായിരിക്കുന്ന സത്ഫലം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം നമുക്കൊന്ന് നോക്കാം. ഇതിൽ പറഞ്ഞ് തതഃ പത്മകോശം പ്രവിശ്യ തം 14 ലോകരൂപേണ കൽപ്പയാമാസ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിന്റെ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിന് പറയുന്നത് ജീവലോകസ്യ സ്ഥാനഭേദ ഏതാവാൻ ഉക്ത. അങ്ങനെ ആ ജീവലോകങ്ങളുടെ സ്ഥാനഭേദങ്ങളെ ഇങ്ങനെ പറയപ്പെടുന്നു. ജീവലോകസ്യ സ്ഥാനഭേദ ഏതാവാൻ ഉക്ത എന്നാണ് അതിലത്തെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. വിതുരൻ പറയുന്നതാണ്. യഥാർത്ഥ ബഹുരൂപസ്യ ഹരേരത്ഭുതകർമ്മണ കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ. യഥാർത്ഥ ബഹുരൂപസ്യ ഹരേരത്ഭുതകർമ്മണ കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ. അല്ലയോ പ്രഭോ ബ്രഹ്മൻ. അപ്പോൾ അനവധി അദ്ഭുത കർമാവായിരിക്കുന്ന ആ ഭഗവാന്റെ അനേക രൂപത്തിലുള്ള ഈ ലക്ഷണം, അതിൽ കാലം എന്ന ലക്ഷണത്തോട് കൂടിയിട്ട്, കാലം എന്ന രൂപത്തിൻ്റെ ലക്ഷണം, അതിനെപ്പറ്റി യഥാർത്ഥം അതിൻ്റേതായിരിക്കുന്ന
ആ വിവരണം, കാലത്തിന്റെ വിവരണം ഒന്ന് പറഞ്ഞു തന്നാലും എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥ ബഹുരൂപസ്യ ഹരേർ അത്ഭുതകർമ്മണ കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ. അല്ലയോ ബ്രഹ്മൻ, അത്ഭുതകർമ്മങ്ങൾ ചെയ്യുന്നവനും അനേക രൂപങ്ങൾ സ്വീകരിക്കുന്നവനുമായിരിക്കുന്ന ശ്രീഹരിയുടെ കാലം എന്ന ലക്ഷണത്തെ പറ്റി പറഞ്ഞുവല്ലോ, അതൊന്ന് വിശദമായിട്ട് നമുക്ക് വർണ്ണിച്ചു തന്നാലും എന്നാണ് പറയുന്നത്. അപ്പൊ അതിലത്തെ പദങ്ങള്: ഹേ പ്രഭോ ബ്രഹ്മൻ, അല്ലയോ പ്രഭുവായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠ, അത്ഭുതകർമ്മണ, അത്ഭുതകർമാവായ ഹരേഹേ ശ്രീഹരിയുടെ ബഹുരൂപസ്യ അനേക രൂപങ്ങളുടെ കൂട്ടത്തിൽ കാലാഖ്യം ലക്ഷണം കാലമെന്ന രൂപത്തിന്റെ ലക്ഷണം യത് ആത്ഥ യഥാന വർണ്ണയ പറഞ്ഞതേതോ അത് നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. എന്നുകൂടി പറയാം. ഹേ പ്രഭോ ബ്രഹ്മൻ, അല്ലയോ പ്രഭുവായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠ, അദ്ഭുതകർമ്മണ അദ്ഭുതകർമാവായിരിക്കുന്ന ഹരേഹേ ആ ശ്രീഹരിയുടെ ബഹുരൂപസ്യ അനേക രൂപങ്ങളുടെ കൂട്ടത്തിൽ കാലാഖ്യം ലക്ഷണം കാലമെന്ന രൂപത്തിന്റെ ലക്ഷണം യത് ആത്ഥ യഥാന വർണ്ണയ പറഞ്ഞതേതോ അത് നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. അപ്പൊ അതിന്റെ അന്വയം: ഹേ പ്രഭോ ബ്രഹ്മൻ, അത്ഭുതകർമ്മണ ഹരേഹേ ബഹുരൂപസ്യ കാലാഖ്യം ലക്ഷണം യത് ആത്ഥ യഥാനഃ വർണ്ണയ. എന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ, അത്ഭുതകർമ്മണ ഹരേഹേ ബഹുരൂപസ്യ കാലാഖ്യം ലക്ഷണം യത് ആത്ഥ യഥാന വർണ്ണയ. അല്ലയോ പ്രഭുവായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠ, അത്ഭുതകർമാവായിരിക്കുന്ന ശ്രീഹരിയുടെ അനേക രൂപങ്ങളുടെ കൂട്ടത്തിൽ ആ കാലമെന്ന രൂപത്തിന്റെ ലക്ഷണം പറഞ്ഞതേതോ അത് നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. അല്ലയോ പ്രഭുവായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠ, അത്ഭുതകർമാവായിരിക്കുന്ന ആ ശ്രീഹരിയുടെ അനേക രൂപങ്ങളുടെ കൂട്ടത്തിൽ കാലമെന്ന രൂപത്തിന്റെ ലക്ഷണം പറഞ്ഞതേതോ അത് നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. ഭഗവാൻ അനേകം രൂപങ്ങളുണ്ട്. അതിൽ ഒരു രൂപമാണ് കാലം. അതിനെപ്പറ്റി മുമ്പ് സ്പർശിച്ചു. കൂടുതൽ വിശദമാക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നാനാരൂപമെടുത്ത് ലീലയാടുന്ന അത്ഭുതകർമാവായിരിക്കുന്ന ഭഗവാന്റെ കാലസ്വരൂപത്തെ പറ്റി പറഞ്ഞുവല്ലോ, അത് ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരിക. എല്ലാറ്റിൻ്റെയും അറിവും അതിനെ ശിഷ്യന്മാരോട് ഉപദേശിച്ച് ധരിപ്പിക്കുവാൻ സാമർഥ്യവുമുള്ള ഹേ മുനെ, അത്ഭുതകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവനും അനന്തസ്വരൂപങ്ങളെ ധരിക്കുന്നവനുമായിരിക്കുന്ന ശ്രീഹരിയുടെ കാലമെന്നു പേരുള്ള സ്വരൂപത്തെ പറ്റി അങ്ങൊന്ന് അവിടെ സൂചിപ്പിച്ചുവല്ലോ, അതിൻ്റെ ശരിയായ ലക്ഷണം ഞങ്ങളോട് ഉപദേശിക്കണം. ഇതിലത്തെ വ്യാഖ്യാനം: വിതുര ഉവാച, വിതുരൻ പറയുകയാണ്: ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ബഹുരൂപസ്യ ഹരേ ബഹുരൂപം ആയിരിക്കുന്ന ഹരിയുടെ കാലാഖ്യം ലക്ഷണം നോ വർണ്ണയ ആ കാലമാകുന്ന ലക്ഷണത്തെ നമുക്ക് വർണ്ണിച്ചു തരിക. ഹേ ബ്രഹ്മൻ, ബഹുരൂപസ്യ ഹരേഹേ കാലാഖ്യം ലക്ഷണം നോ വർണ്ണയ നമ്മോട് ആ കാലത്തിന്റെ ആ ആഖ്യാനത്തെ പറ്റിയിട്ട് വർണ്ണിച്ചു തന്നാലും. അടുത്ത ശ്ലോകം: മൈത്രേയ ഉവാച ഗുണവ്യതികരാത് ആകാരോ ഗുണവ്യതികരാകാരോ നിർവിശേഷോ പ്രതിഷ്ഠിതഃ പുരുഷസ്തദുപാദാനം ആത്മാനം ലീലയാ സൃജൽ. ഗുണവ്യതികരാകാരോ നിർവിശേഷോ പ്രതിഷ്ഠിതഃ പുരുഷസ്തദുപാദാനമാത്മാനം ലീലയാ സൃജത്. ഗുണവ്യതികരാകാരോ ആ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് പരിണാമം വരുത്തുന്ന ഗുണവ്യതികരാകാരോ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് പരിണാമം വരുത്തുന്ന സ്വരൂപത്തോട് കൂടിയിട്ടുള്ള ആളാണ് ഭഗവാൻ. നിർവിശേഷ നിർവചിക്കാനാവാത്ത എവിടെയും ഉറച്ചു നിൽക്കാത്ത
അപ്രതിഷ്ഠിത, നിർവിശേഷോപ്രതിഷ്ഠിത, അപ്രതിഷ്ഠിത എന്നുള്ളതിന് എവിടെയും ഉറച്ചു നിൽക്കാത്തതും ആയിട്ടുള്ള. അപ്പൊ ഭഗവാൻ അത് തന്നെയാണ് കാലത്തിൻ്റെയും വിശേഷണം. നിർവചിക്കാനാവാത്തതാണ് കാലം. അതുപോലെ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് പരിണാമം വരുത്തുന്നതാണ് കാലം, വരുത്തുന്ന സ്വരൂപത്തോട് കൂടിയതാണ് കാലം. അതുപോലെ എവിടെയും ഉറച്ചു നിൽക്കാത്തതും ആണ് ആ കാലം. അങ്ങനെയുള്ള പുരുഷൻ, ആ കാലം. പുരുഷസ്തദുപാദാനമാത്മാനം, ആ ഈശ്വരൻ ആ കാലത്തെ തനിക്ക് ഉപാദാനമാക്കി, തൻ്റെ അംശമായിട്ട് തീർത്തു. എന്നിട്ട് ഒരു വിനോദത്തിന് ആ കാലത്തെ സൃഷ്ടിച്ചു, വിനോദത്തിനായിട്ട് കാലത്തെ സൃഷ്ടിച്ചു. അപ്പൊ നിർവചിക്കാനാവാത്തതും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് പരിണാമം വരുത്തുന്ന സ്വരൂപത്തോടു കൂടിയതും എവിടെയും ഉറച്ചു നിൽക്കാത്തതുമായിരിക്കുന്ന ആ കാലം, ഈശ്വരൻ ആ കാലത്തെ തനിക്ക് തന്നെ ഉപാദാനമാക്കിയിട്ട് തൻ്റെ അംശമാക്കി തീർത്തിട്ട് ഒരു വിനോദത്തിന് ആ കാലത്തെ അവിടെ സൃഷ്ടിച്ചു എന്നർത്ഥം. അതിലത്തെ പദങ്ങൾ നോക്കാം. നിർവിശേഷ, നിർവചിക്കാനാവാത്തതും, ഗുണവ്യതികരാകാര, പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് പരിണാമം വരുത്തുന്ന സ്വരൂപത്തോടു കൂടിയതും, അപ്രതിഷ്ഠിത, എവിടെയും ഉറച്ചു നിൽക്കാത്തതും ആണ് കാലം. പുരുഷ, ഈശ്വരൻ, ഉപാദാനം ആത്മാനം, ആ കാലത്തെ തനിക്കു തന്നെ ഉപാദാനമാക്കി. ഈശ്വരൻ, പുരുഷ തദുപാദാനം ആത്മാനം, ഈശ്വരൻ ആ കാലത്തെ തനിക്കു തന്നെ ഉപാദാനമാക്കിയിട്ട് തൻ്റെ അംശമായിട്ട് ലീലയാ, ഒരു വിനോദത്തിന് അസൃജത്, സൃഷ്ടിച്ചു. ഒന്നുകൂടി പറയണു. നിർവിശേഷ, നിർവചിക്കാനാവാത്തതും, ഗുണവ്യതികരാകാര, പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് പരിണാമം വരുത്തുന്ന സ്വരൂപത്തോടു കൂടിയതും, അപ്രതിഷ്ഠിത, എവിടെയും ഉറച്ചു നിൽക്കാത്തതുമായിരിക്കുന്ന കാലം. പുരുഷ, ഈശ്വരൻ, തദുപാദാനം ആത്മാനം, ആ കാലത്തെ തനിക്കു തന്നെ ഉപാദാനമാക്കിയിട്ട് തൻ്റെ അംശമായിട്ട് ലീലയാ, ഒരു വിനോദത്തിന് അസൃജത്, സൃഷ്ടിച്ചു. അപ്പോഴത്തെ അന്വയം നിർവിശേഷ ഗുണവ്യതികരാകാര അപ്രതിഷ്ഠിത പുരുഷ തദുപാദാനം ലീലയാ അസൃജത്. തദുപാദാനം ആത്മാനം ലീലയാ അസൃജത്. ഒന്നുകൂടി പറയാം. നിർവിശേഷ ഗുണവ്യതികരാകാര അപ്രതിഷ്ഠിത പുരുഷ തദുപാദാനം ആത്മാനം ലീലയാ അസൃജത്. നിർവചിക്കാനാവാത്തതും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് പരിണാമം വരുത്തുന്ന സ്വരൂപത്തോടു കൂടിയതും എവിടെയും ഉറച്ചു നിൽക്കാത്തതും ആയിരിക്കുന്ന കാലം, ഈശ്വരൻ ആ കാലത്തെ തനിക്ക് തന്നെ ഉപാദാനമാക്കിയിട്ട് തൻ്റെ അംശമാക്കിയിട്ട് ഒരു വിനോദത്തിനെന്ന പോലെ അതിനെ സൃഷ്ടിച്ചു. ത്രിഗുണങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതാണ് കാലത്തിൻ്റെ ആകൃതി. സാധാരണഗതിയിൽ ഭേദരഹിതമാണ് അത്, ആദ്യന്തശൂന്യവുമാണ് ആ കാലം. ആ കാലമാണ് ജഗത്സൃഷ്ടിയുടെ മൂലകാരണം. ഭഗവാൻ സ്വയം അതിനെ ലീലാവിലാസം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. കാലം വാസ്തവത്തിൽ ഭേദരഹിതവും ത്രിഗുണങ്ങളെ ക്ഷോഭിപ്പിച്ച് അവയിൽ നിന്ന് മഹത്തത്വാദികളെ ഉണ്ടാക്കി തീർക്കുന്നതിൽ നിമിത്തവും ആദ്യന്തശൂന്യവും ആകുന്നു. ഭഗവാൻ കാലമാകുന്ന ആ നിമിത്തത്തോടു കൂടിയ തൻ്റെ ആ സ്വരൂപത്തെ തന്നെ പ്രപഞ്ചരൂപേണ സൃഷ്ടിച്ചു. എല്ലാത്തിൻ്റെയും അറിവും അതിനെ ശിഷ്യഗണങ്ങളോട് ഉപദേശിച്ച് ധരിപ്പിക്കുവാൻ സാമർഥ്യവുമുള്ള ഹേ മുനെ, അത്ഭുത കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവനും അനന്തസ്വരൂപങ്ങളെ ധരിക്കുന്നവനുമായിരിക്കുന്ന ഹരിയുടെ കാലമെന്ന പേരുള്ള സ്വരൂപത്തെ പറ്റിയിട്ട് അങ്ങ് അവിടെ സൂചിപ്പിച്ചുവല്ലോ. അതിൻ്റെ ശരിയായ ലക്ഷണം ഞങ്ങളോട് ഉപദേശിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിശേഷ രൂപത്തെ ഇനിയത്തെ അധ്യായത്തിൽ പറയും. സത്വാദി ഗുണങ്ങൾ സൗമ്യാവസ്ഥയെ ഉപേക്ഷിച്ച് ഒന്നോടൊന്ന് അധികരിച്ച് വരുവാൻ കാരണം യാതൊന്നോ അതിനെ കാലം എന്ന് പറയുന്നു. അതാ കാലത്തിൻ്റെ ആ നിർവചനം. സത്വാദി ഗുണങ്ങൾ
സൗമ്യാവസ്ഥയെ ഉപേക്ഷിച്ച് രജോ ഗുണം പ്രാപിക്കുന്നു. സൗമ്യാവസ്ഥയെ അപേക്ഷിച്ച് ഒന്നോടൊന്ന് അധികരിച്ച്, അത് പല തരത്തിലായിട്ട് അത് യോജിക്കുന്നു. ഒന്നോടൊന്ന് അധികരിച്ചു വരുവാൻ കാരണം യാതൊന്നോ അതിനെ കാലം എന്ന് പറയുന്നു. അതിന് ശക്തി കൂട്ടുന്നത് കാലമാണ്, കാലം എന്ന് പറയുന്നു. അങ്ങനെ ഗുണങ്ങളുടെ ആ വൈഷമ്യം കാലം നിമിത്തം ആണ് ഉണ്ടാകുന്നത്. ഗുണങ്ങളുടെ വൈഷമ്യം കാലം നിമിത്തമാകയാൽ കാലത്തെ അനുമാനിച്ചു കൊള്ളണം. അപ്പൊ പ്രത്യക്ഷത്തിൽ കാലത്തെ കാണാൻ സാധ്യം അല്ല. പ്രത്യക്ഷത്തിൽ കാലത്തെ കാണാൻ സാധ്യമല്ല. ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടുവാൻ യോഗ്യമായ വിശേഷം കാലത്തിനില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവസാനവുമില്ല. അതിന് ഒരു അവസാനമില്ല. ആ അവസാനമില്ലാത്തത് കൊണ്ട് ആദ്യവും ഇല്ലെന്ന് അറിയണം. അപ്പൊ ആദ്യന്തരഹിതമായിരിക്കുന്ന ആ കാലം അത് ഉപാദാനത്വേന ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു, ഈശ്വരൻ സ്വീകരിച്ചിരിക്കുന്നു. അതിനെ ഉപാദാനത്വേന സ്വീകരിച്ചിട്ടുള്ള ഈശ്വരൻ തന്നെ അനായാസേന ആ വിശ്വരൂപേണ സൃഷ്ടിച്ചു. ആ ഈശ്വരന്റെ സങ്കല്പമാകുന്ന മായാശക്തിയാൽ സംഹരിക്കപ്പെട്ട ലോകം സ്വരൂപമായിരുന്നു. അങ്ങനെ ഈശ്വരനാകുന്ന കർത്താവ് കാലമാകുന്ന ഉപാദാനത്തെ കൊണ്ട് സദ്രൂപമായിരുന്ന ആ വിശ്വത്തെ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമെന്ന പോലെ പ്രകാശിപ്പിച്ചു. അപ്പൊ ഇതിലത്തെ വ്യാഖ്യാനം മൈത്രേയ ഉവാച, മൈത്രേയൻ പറയുന്നു, ഗുണാനാം പരിണാമഃ, ആ ഗുണങ്ങളുടെ പരിണാമം ആയിരിക്കുന്ന ആദ്യന്തശൂന്യവുമായിരിക്കുന്ന സകാലഃ, ആ കാലം, ഇത്യഭിധീയത, അങ്ങനെ ഗുണങ്ങൾക്ക് വൈഷമ്യം ഉണ്ടാക്കുന്നതാണ് കാലം. ആദ്യന്തരഹിതമായിരിക്കുന്നതാണ്, ആദ്യവും അവസാനവും ഇല്ലാത്തതാണ് കാലം. ഇത്യഭിധീയത ഈശ്വരസ്തേന, ആ ഈശ്വരനാൽ നിമിത്തഭൂതാനാത്മാനം, നിമിത്തഭൂതമായിട്ട് ആത്മാവ് വിശ്വരൂപേണ സസർജം, ആ വിശ്വത്തെ അവിടെ സൃഷ്ടിച്ചു എന്നർത്ഥം. അപ്പോൾ ഗുണാനാം പരിണാമഃ ആദ്യന്തശൂന്യഃ സഹ കാലം ഇത്യഭിധീയതേ ഈശ്വരസ്തേന, ആ കാലം എന്നുള്ളത് ഈശ്വരനെ തന്നെയാണ് പറയുന്നത്. ഇത്യഭിധീയതേ ഈശ്വരസ്തേന, ആ ഈശ്വരനാൽ നിമിത്തഭൂതേന ആത്മാനം വിശ്വരൂപേണ സസർജ. അങ്ങനെയാണ് ആ സൃഷ്ടി ചെയ്യുന്നത്. ത്രിഗുണങ്ങളുടെ ആ സൗമ്യാവസ്ഥയ്ക്ക് ക്ഷോഭം സംഭവിക്കുമ്പോഴാണ് മഹദാദികളുടെ ഉൽപ്പത്തി, അതിലൂടെയാണ് സൃഷ്ടി. അങ്ങനെ ആ ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ ഇളക്കി മറിച്ച് മഹദാദികൾക്ക് രൂപം കൊടുക്കുന്നത് ഏതോ അതാണ് കാലം. ആ കാലസ്വരൂപനാണ് ഭഗവാൻ. തന്നിമിത്തം ആ പ്രപഞ്ചത്തിന്റെ കാരണമായി ഭവിക്കുന്നതോടെ അത് കാലം എന്ന് അതിനെ നിർവചിക്കാം എന്നർത്ഥം. അപ്പൊ അടുത്ത ശ്ലോകം, 12ാമത്തെ ശ്ലോകം. വിശ്വം വൈ ബ്രഹ്മതന്മാത്രം സംസ്ഥിതം വിഷ്ണുമായ ഈശ്വരേണ പരിച്ഛിന്നം കാലേനാവ്യക്തമൂർത്തിനാ. വിശ്വം വൈ ബ്രഹ്മതന്മാത്രം സംസ്ഥിതം വിഷ്ണുമായയാ ഈശ്വരേണ പരിച്ഛിന്നം കാലേനാവ്യക്തമൂർത്തിനാ. ഭഗവന്മായാൽ, വിഷ്ണുമായയാ സംസ്ഥിതം, വിഷ്ണുമായാൽ സംഹരിക്കപ്പെട്ടിട്ട് ബ്രഹ്മമായി തീർന്നിരുന്ന ആ ലോകത്തെ, ബ്രഹ്മസ്വരൂപമായിരുന്നു ആ ലോകം, ആ ലോകത്തെ അത് മുമ്പ് പറഞ്ഞു, ആ അവ്യക്തരൂപിയായിരിക്കുന്ന ആ ഈശ്വരനാൽ കാലേന, കാലത്തെ കൊണ്ട് പരിച്ഛിന്ന, പ്രകാശിക്കപ്പെട്ടു എന്നർത്ഥം. ഒന്നുകൂടി പറയാം. ആ വിഷ്ണുമായയാ, ഭഗവന്മായയാൽ സംസ്ഥിതം, സംഹരിക്കപ്പെട്ട് ബ്രഹ്മതന്മാത്രം, ബ്രഹ്മമായി തീർന്നിരുന്ന വിശ്വം വൈ, ആ ലോകത്തെ അവ്യക്തമൂർത്തിന, അവ്യക്തരൂപിയായിരിക്കുന്ന ഈശ്വരേണ, ഈശ്വരനാൽ, അവ്യക്തമൂർത്തിയായിരിക്കുന്ന ഈശ്വരനാൽ കാലേന, കാലത്തെ കൊണ്ട് പരിച്ഛിന്ന, പ്രകാശിക്കപ്പെട്ടു. എന്നുകൂടി പറയാം. വിഷ്ണുമായയാ, ഭഗവന്മായയാൽ സംസ്ഥിതം, സംഹരിക്കപ്പെട്ട് ബ്രഹ്മതന്മാത്രം, ബ്രഹ്മമായി തീർന്നിരുന്ന വിശ്വം വൈ, ലോകത്തെ അവ്യക്തമൂർത്തിന, അവ്യക്തരൂപിയായിരിക്കുന്ന ഈശ്വരേണ, ഈശ്വരനാൽ കാലേന, കാലത്തെ കൊണ്ട് പരിച്ഛിന്ന, പ്രകാശിക്കപ്പെട്ടു.
ആ പ്രളയകാലത്ത് ആ വിഷ്ണുമായയാൽ ആ സംഹരിക്കപ്പെട്ടിട്ട് ആ ഭഗവത് സ്വരൂപമായി തീർന്നു, ആ ഭഗവാങ്കൽ ലയിച്ചു. ആ പ്രപഞ്ചത്തെ ആ അവ്യക്ത സ്വരൂപത്തോടു കൂടിയിട്ടുള്ള കാലത്തെ നിമിത്തമാക്കിക്കൊണ്ട് ആ ഈശ്വരനാൽ വീണ്ടും പ്രകാശിക്കപ്പെട്ടു എന്ന്. അപ്പൊ അതിലത്തെ അന്വയം വിഷ്ണുമായയാ സംസ്ഥിതം ബ്രഹ്മതന്മാത്രം വിശ്വം വൈ അവ്യക്തമൂർത്തിന ഈശ്വരേണ കാലേന പരിച്ഛിന്നം. ഒന്നും കൂടി പറയാം. വിഷ്ണുമായയാ സംസ്ഥിതം ബ്രഹ്മതന്മാത്രം വിശ്വം വൈ അവ്യക്തമൂർത്തിന ഈശ്വരേണ കാലേന പരിച്ഛിന്നം. ഭഗവൻ മായയാൽ സംഹരിക്കപ്പെട്ട് ബ്രഹ്മമായി തീർന്നിരുന്ന ആ അവ്യക്തരൂപിയായിരിക്കുന്ന ഈശ്വരനാൽ കാലത്തെ കൊണ്ട് ആ വിശ്വം പ്രകാശിപ്പിക്കപ്പെട്ടു. എന്നൂടി പറയാം. ഭഗവൻ മായയാൽ സംഹരിക്കപ്പെട്ട് ബ്രഹ്മമായി തീർന്നിരുന്ന ആ ലോകത്തെ അവ്യക്തരൂപിയായിരിക്കുന്ന ഈശ്വരനാൽ കാലത്തെ കൊണ്ട് അത് പ്രകാശിപ്പിക്കപ്പെട്ടു. ഭഗവാന്റെ യോഗമായയാൽ പ്രളയകാലത്ത് സംഹരിക്കപ്പെട്ട് ആ ബ്രഹ്മാത്മകമായി അവശേഷിച്ച ആ വിശ്വം ഭഗവാനാകുന്ന കർത്താവിനാൽ അവ്യക്തരൂപിയായിരിക്കുന്ന കാലം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടു. ഇവിടെ പറഞ്ഞു, മുമ്പ് പറഞ്ഞു. എന്താണ്? ഈശ്വരന്റെ സങ്കല്പമാകുന്ന മായാശക്തിയാൽ സംഹരിക്കപ്പെട്ട ലോകം ബ്രഹ്മരൂപമായിട്ട് സദ്രൂപമായിരുന്നു. അങ്ങനെ ഈശ്വരനാകുന്ന ആ കർത്താവ് കാലമാകുന്ന ഉപാദാനത്തെ കൊണ്ട് സദ്രൂപമായിരുന്ന ആ വിശ്വത്തെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമെന്ന പോലെ പ്രകാശിപ്പിച്ചു. അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വിഷ്ണുമായയാ സന്തം വിശ്വം ബ്രഹ്മതന്മാത്രം സത്. വിഷ്ണുമായ കൊണ്ട് എല്ലാം ലീനമായിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ആ വിശ്വത്തെ ബ്രഹ്മതന്മാത്രം തന്മാത്രമായിട്ട് അടങ്ങിയിരിക്കുമ്പോൾ അസത് അതില് ആ കാലനിമിത്തേന കാലനിമിത്തമായിട്ട് പ്രത്യേകം പ്രകാശിതം ഈ ലോകത്തെ പ്രകാശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥിതം എന്നാൽ അവസാനിപ്പിക്കപ്പെട്ടതെന്നർത്ഥം, പരിച്ഛിന്നം എന്നാൽ പരിഹരിക്കപ്പെട്ടതെന്നർത്ഥം. കാലത്തെ പറ്റിയിട്ടുള്ള ഒരു ലഘുവിവരണം മാത്രം ആണ് ഇപ്പൊ പറഞ്ഞത്. വിശദ അംശങ്ങൾ അടുത്ത അധ്യായത്തിലാണ് ഇനി പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം യഥേദാനിം തഥാഗ്രേ ച പശ്ചാദപ്യേതദ് ഈദൃശം സർഗോ നവവിധസ്തസ്യ പ്രാകൃതോ വൈകൃതസ്തുയഃ യഥേദാനിം തഥാഗ്രേ ച പശ്ചാദപ്യേതദീദൃശം സർഗോ നവവിധസ്തസ്യ പ്രാകൃതോ വൈകൃതസ്തുയഃ. അങ്ങനെ ഇതിപ്പോൾ എങ്ങനെയോ മുമ്പും അപ്രകാരം, ഇപ്പോൾ എങ്ങനെയാണോ അത് മുമ്പും അപ്രകാരം തന്നെയായിരുന്നു അർത്ഥം. പശ്ചാത് അപ്പി മേലിലും ഇത് ഇങ്ങനെ തന്നെ നടക്കുന്നു എന്നർത്ഥം. ഈ സൃഷ്ടിക്രമം അതിൻ്റെ ആ സംവിധാനം 9 വിധത്തിലാണെന്നർത്ഥം. നവവിധസ്തസ്യ 9 വിധത്തില് യാതൊന്ന് പ്രാകൃതം അതിൽ ഒന്ന് പ്രാകൃതം, രണ്ടാമത്തത് വൈകൃതം ആണ് പറയുക. അപ്പോൾ യഥേദാനീം തഥാഗ്രേജ പശ്ചാത് അപ്യേതദീദൃശം. ഇദാനീം ഏതത് യഥാ ഇതിപ്പോൾ എങ്ങനെയോ, ഇദാനീം ഏതത് യഥാ ഇപ്പോൾ എങ്ങനെയാണോ, തഥാ അഗ്രേച അത് തന്നെയാണ് മുൻപും, ഇതുപോലെ തന്നെയാണ് മുമ്പും ഉണ്ടായിരുന്ന അർത്ഥം. അപ്രകാരം പശ്ചാത് അപി മേലിലും ഇതേ വിധം തന്നെയായിരിക്കും, ഇനിയും ഉള്ള ആ സൃഷ്ടിയുടെ ക്രമം ഇതേ വിധത്തിൽ തന്നെ ആയിരിക്കുന്ന അർത്ഥം. തസ്യ സർഗ അതിൻ്റെ ആ സൃഷ്ടിക്രമം നവവിധ 9 വിധം യഹതു അതിലെ യാതൊന്ന് പ്രാകൃതവും വൈകൃതവും അത്രേ. ഒന്നുകൂടി പറയാം. ഇദാനീം ഏതൽ യഥാ ഇതിപ്പോൾ എങ്ങനെയോ, തഥാ അഗ്രേച മുമ്പും അപ്രകാരം തന്നെയായിരുന്നു, പശ്ചാത് അപി മേലിലും ഇതേ വിധം തന്നെയായിരിക്കും. തസ്യ സർഗ അതിൻ്റെ ആ സൃഷ്ടിക്രമം നവവിധ 9 വിധം യഹത്തു യാതൊന്ന് പ്രാകൃതവും വൈകൃതവും ആണ്. അപ്പോ ഇദാനീം ഏതത് യഥാ
തഥാ അഗ്രേ ച പശ്ചാത് അപി തസ്യ സർഗഃ നവവിധഃ യഹ തു പ്രാകൃതഃ വൈകൃതഃ ച. എന്നുകൂടി പറയാം. ഇദാനീം ഏതത് യഥാ തഥാ അഗ്രേ ച പശ്ചാത് അപി തസ്യ സർഗഃ നവവിധഃ യഹ തു പ്രാകൃതഃ വൈകൃതഃ ച. അതായത് ഇതിപ്പോൾ എങ്ങനെയോ മുമ്പും അപ്രകാരം തന്നെ മേലിലും ഇതേ വിധം തന്നെ. അതിൻ്റെ ആ സൃഷ്ടിക്രമം 9 വിധം. യാതൊന്ന് പ്രകൃതവും ഒന്ന് വൈകൃതവും ആകുന്നു. ഇപ്പോഴുള്ള അതേ പ്രകാരമാണ് പൂർവകൽപ്പത്തിലും പ്രപഞ്ചത്തിന്റെ അവസ്ഥാനർത്ഥം. വരാൻ പോകുന്ന കൽപ്പങ്ങളിലും ഇതേ വിധം തന്നെ ആയിരിക്കും. അപ്പൊ പ്രാകൃത സർഗവും വൈകൃത സർഗവും കൂട്ടി 9 വിധത്തില് പ്രാകൃത വൈകൃത സർഗം എന്ന് പറഞ്ഞിട്ട് വേറൊന്ന് 10ാമത്തത് അങ്ങനെയുണ്ട്. അപ്പൊ ഇപ്പോഴുള്ള ഇതേ പ്രകാരമാണ് പൂർവകൽപ്പത്തിലും പ്രപഞ്ചത്തിന്റെ അവസ്ഥ. വരാൻ പോകുന്ന കൽപ്പങ്ങളിലും ഇതേ വിധം തന്നെ ആയിരിക്കും അർത്ഥം. അങ്ങനെ ആ പ്രാകൃത സർഗവും വൈകൃത സർഗവും കൂട്ടിയിട്ട് 9 വിധത്തിലുള്ള ആ സൃഷ്ടിയുടെ ക്രമമുണ്ട്. അതിൽ അവസാനം പ്രാകൃത വൈകൃത സർഗം എന്ന് പറഞ്ഞിട്ടൊരു 10ാമത്തെ ഒരു അവസ്ഥയും ഉണ്ട്. യസ്തു പ്രാകൃതേ വൈകൃതശ്ച സദശമഃ എന്ന് ശ്രീധരിയിൽ അങ്ങനെയാണ് പറയുന്നത്. പ്രാകൃത വൈകൃതോ ഭയാത്മക കൗമാര ഇത്യർത്ഥ എന്ന് വേറെ വ്യാഖ്യാതാക്കന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. 10ാമത്തേത് പ്രാകൃത വൈകൃത മിശ്രമായിരിക്കുന്ന കൗമാര സർഗം എന്നാണ് അതിൻ്റെ പേര്. 10ാമത്തെ ആ സർഗത്തിന് കൗമാര സർഗം എന്നാണ് അതിൻ്റെ പേര്. അതാണ് യസ്തു പ്രാകൃതേ വൈകൃതശ്ച സദശമഃ പ്രാകൃത വൈകൃതോ ഭയാത്മക കൗമാര ഇത്യർത്ഥ. അപ്പോൾ ഇപ്പോഴുള്ളതുപോലെ പണ്ടും ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു, ഭാവിയിലും അതുണ്ടാകും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി 9 വിധത്തിലാണ്. പ്രാകൃതം വൈകൃതം ഇവ രണ്ടും കൂടിയ സൃഷ്ടി, രണ്ടും കൂടി ചേർന്ന് അതാണ് അവസാനം പറഞ്ഞത്. നവവിധ തസ്യ പ്രാകൃതയോ വൈകൃതസ്തിയ എന്ന് പറയുന്നത് ആ പ്രാകൃതം വൈകൃതം ഇവ രണ്ടും കൂടി സൃഷ്ടി ചേർത്തിട്ട് 10ാമത്തേതാകുന്നു. അതായത് കൗമാര സർഗം എന്നുള്ള ആവുന്നു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ലോകം ഇപ്പോൾ ഏത് വിധം പ്രയോജനപ്പെടുന്നുവോ അതുപോലെ തന്നെ ആയിരുന്നു പ്രളയത്തിന് മുൻപും പ്രളയത്തിന് ശേഷവും ഇപ്രകാരം ആയിരിക്കും. ഈ ലോകത്തിന്റെ സൃഷ്ടി 9 വിധമാകുന്നു. പ്രാകൃതമെന്നും വൈകൃതമെന്നും പ്രധാനമായിരിക്കുന്ന ഭേദം 2 വിധം. പിന്നെ പ്രഭാത സൃഷ്ടിയിൽ 6 വിധം ഭേദം, വൈകൃത സൃഷ്ടിയിൽ പ്രാകൃത സൃഷ്ടിയിൽ 6 വിധം, പിന്നെ വൈകൃത സൃഷ്ടിയിൽ 3 വിധം. അങ്ങനെ പ്രാകൃതവും വൈകൃതവും ആയി തീർന്നിരിക്കുന്നത് യാതൊന്ന്, അത് ഉഭയാത്മകമായി തീർന്നിരിക്കുന്ന അത് പ്രത്യേകമായ ഒരു ഭേദം, അതിന് കൗമാര സർഗം. ഇങ്ങനെ സൃഷ്ടി ദശവിധം ആവും. അങ്ങനെ ഈ വിശ്വത്തിന്റെ പ്രളയം 3 വിധം. കാലം നിമിത്തം നാശം, ദ്രവ്യം നിമിത്തം നാശം, ഗുണങ്ങൾ നിമിത്തം നാശം. കാലം കൊണ്ട് നിത്യപ്രളയം, ദ്രവ്യം അഗ്നി മുതലായവ കൊണ്ട് നൈമിത്തിക പ്രളയം, ഗുണം കൊണ്ട് പ്രാകൃതിക പ്രളയം. ഇങ്ങനെ 3 വിധത്തിലുള്ള പ്രളയങ്ങളും അവിടെ ഉണ്ടാവണമെന്ന് അർത്ഥം. അപ്പോൾ 14ാമത്തെ ശ്ലോകം നോക്കാം. ഇതിന് വ്യാഖ്യാനം നോക്കാം നമുക്ക്. വിഷ്ണുമായ സന്തം വിശ്വം ബ്രഹ്മതന്മാത്രം സത് കാല നിമിത്തേന പൃഥക് പ്രകാശിതം യഥേദാനിം വിശ്വമസ്തി തഥാ പൂർവമാസീത്. എപ്രകാരമാണോ വിശ്വം മുമ്പുണ്ടായിരുന്നത് അത് തന്നെ ഇപ്പോഴും അതേപോലെ കാണപ്പെടുന്നു. യഥാപൂർവമാസീത്, മുമ്പുള്ളതുപോലെ തന്നെ ഇപ്പോഴും കാണപ്പെടുന്നു. തത്ര, ഇനിയും അങ്ങനെ തന്നെയാണ് കാണപ്പെടുകയും ചെയ്യുക അടുത്ത് വരുന്നതും. തത്ര പ്രാകൃതാദി സർഗാത് ശൃണു. ഇത് പ്രാകൃത വൈകൃതാദി സൃഷ്ടികളാൽ ആണ്. സർഗോ നവവിധ, 9 വിധത്തിലുള്ള ആ സൃഷ്ടികൾ ഉണ്ടാകുന്നത്. പ്രാകൃതാഹ ഷഡ് വൈകൃതാസ്ത്രയ. പ്രാകൃതം എന്ന് പറയുന്നത് 6ഉം വൈകൃതാസ്ത്രയ 3ഉം. വൈകൃതം എന്ന് പറയുന്നത് 3ഉം തരത്തിലുള്ള സൃഷ്ടി. അങ്ങനെ പ്രാകൃത വൈകൃത യോര്യ
സ ദശമഃ. രണ്ടും കൂടി ചേർന്നത് അത് 10ാമത്തെ ദശമഃ സർഗ. അപ്പോൾ ഒന്നുകൂടി പറയാം. യഥേദാനീം വിശ്വമസ്തി തഥാ പൂർവമാസീത്. പ്രകാരമാണ് ഇപ്പൊ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ന് മുമ്പുണ്ടായിരുന്നത്, ഇനി വരുന്നതും അതുപോലെ ആയിരിക്കും. തത്ര പ്രാകൃതാദി സർഗാൻ ശൃണു. അതിനെയാണ് പ്രാകൃതാദി സൃഷ്ടികൾ എന്ന് പറയുന്നത്. അതിനെയാണ് അങ്ങനെ സർഗോ നവവിധ. ആ സൃഷ്ടികൾ 9 വിധാണ്. പ്രാകൃതാഹ ഷഡ്. പ്രാകൃത സൃഷ്ടി എന്ന് പറയുന്നത് 6 തരത്തിലും. വൈകൃതാസ്ത്രയ. വൈകൃത സൃഷ്ടി എന്ന് പറയുന്നത് 3 വിധത്തിലും. അങ്ങനെ 6 3 9. പ്രാകൃത വൈകൃതയോർ വീര്യ. പ്രാകൃത വൈകൃതം ചേർന്നിട്ടുള്ള അത് 1 ദശമ സർഗ, 10ാമത്തെ സൃഷ്ടിയും ഉള്ളതാണ് അടുത്ത വ്യാഖ്യാനം. അപ്പൊ അടുത്ത ശ്ലോകം. കാലദ്രവ്യഗുണൈരസ്യ ത്രിവിധ പ്രതിസംക്രമഃ ആദ്യസ്തു മഹതഃ സർഗോ ഗുണവൈഷമ്യമാത്മനഃ. കാലദ്രവ്യഗുണൈരസ്യ ത്രിവിധ പ്രതിസംക്രമഃ ആദ്യസ്തു മഹതഃ സർഗോ ഗുണവൈഷമ്യമാത്മനഃ. അപ്പോൾ ഇങ്ങനെ ഇതിന് അസ്യ കാലം ദ്രവ്യം ഗുണം ഇവയാൽ 3 പ്രകാരം പ്രളയം ഉണ്ടാവണം. കാലദ്രവ്യ ഗുണൈരസ്യ ത്രിവിധ പ്രതിസംക്രമ. പ്രളയം ഉണ്ടാവണം എന്നർത്ഥം. ഈ സർഗേഷു സൃഷ്ടികളിൽ ആദ്യത്തേത് മഹത്തത്വത്തിൻ്റെതായിട്ടുള്ള സൃഷ്ടിയാണ്. പിന്നെ ആത്മനഃ, ഈശ്വരനിൽ നിന്നും ഗുണവൈഷമ്യങ്ങൾ പിന്നെ ആദ്യത്തേത് മഹത്തത്വമാണ്. അത് ഈശ്വരങ്കിൽ നിന്നുള്ള ഗുണങ്ങൾ കൊണ്ടായിട്ടുള്ള വിക്ഷോഭത്താലാണ് ഉണ്ടായത്. മഹതഃ സർഗോ ഗുണവൈഷമ്യമാത്മന. ഈശ്വരനിലുള്ള ആ ഗുണവൈഷമ്യം കൊണ്ട് ഉണ്ടായിട്ടുള്ള വിക്ഷോഭത്താലാണ് ഈ മഹത്തത്വത്തിന്റെ സൃഷ്ടി അവിടെ നടന്നത് എന്നർത്ഥം. അപ്പോൾ അതിന്റെ പദങ്ങൾ അസ്യ, ഇതിന്, കാലദ്രവ്യ ഗുണൈഹി, കാലം ദ്രവ്യം ഗുണം ഇവയാൽ, ത്രിവിധ 3 പ്രകാരം, പ്രതിസംക്രമ പ്രളയം ഉണ്ടാകുന്നു. സർഗേഷു ആദ്യം തു, ആ സൃഷ്ടികളിൽ ആദ്യത്തേത്, മഹതഃ മഹത്തത്വത്തിന്റെ സർഗ സൃഷ്ടി, ആത്മനഃ ഈശ്വരങ്കിൽ നിന്ന് ഗുണവൈഷമ്യം ഗുണങ്ങൾക്കുണ്ടായിട്ടുള്ള വിക്ഷോഭം കൊണ്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. അസ്യ, ഇതിന്, കാലദ്രവ്യ ഗുണൈഹി കാലം ദ്രവ്യം ഗുണം ഇവയാൽ, ത്രിവിധ 3 പ്രകാരം, പ്രതിസംക്രമ പ്രളയവും ഉണ്ടാകും. സർഗേഷു ആദ്യ തു, ആ സൃഷ്ടികളിൽ ആദ്യത്തേത്, മഹതഃ മഹത്തത്വത്തിന്റെ സർഗ സൃഷ്ടി, ആത്മനഃ ഈശ്വരങ്കിൽ നിന്ന് ഗുണവൈഷമ്യം ഗുണങ്ങൾക്കുണ്ടായിട്ടുള്ള വിക്ഷേപത്താൽ ആണിത്. അപ്പോൾ അസ്യ കാലദ്രവ്യ ഗുണൈഹി ത്രിവിധ പ്രതിസംക്രമ. സർഗേഷു ആദ്യ തു മഹതഃ സർഗ ആത്മനഃ ഗുണവൈഷമ്യം ആത്മനഃ ഗുണവൈഷമ്യം. എന്നൂടി പറയാം. അസ്യ കാലദ്രവ്യഗുണൈഹി ത്രിവിധ പ്രതിസംക്രമ. സർഗേഷു ആദ്യ തു മഹതഃ സർഗ ആത്മനഃ ഗുണവൈഷമ്യം. അതായത് ഇതിന് കാലം ദ്രവ്യം ഗുണം ഇവയാൽ 3 പ്രകാരം പ്രളയം ഉണ്ടാകുന്നു. അങ്ങനെ സൃഷ്ടികളിൽ ആദ്യത്തേത് മഹത്തത്വത്തിന്റെ സൃഷ്ടിയാണ്. ഈശ്വരങ്കിൽ നിന്ന് ആ ഗുണങ്ങൾക്കുണ്ടായ വിക്ഷോഭത്താലാണ് ഇത് ഉണ്ടാകുന്നത്. എന്നൂടി പറയാം. ഇതിന് കാലം ദ്രവ്യം ഗുണം ഇവയാൽ 3 പ്രകാരത്തിലുള്ള പ്രളയം ഉണ്ടാകുന്നു. ആദ്യത്തെ സൃഷ്ടി മഹത്തത്വത്തിൻ്റെതാണ്. അത് ഈശ്വരങ്കിലുള്ള ആ ഗുണങ്ങൾക്കുണ്ടായിട്ടുള്ള വിക്ഷോഭം കൊണ്ട് ഉണ്ടാവുന്നതാണ്. കാലം ദ്രവ്യം ഗുണങ്ങൾ ഇവയുടെ ആ സ്വാധീനത്താൽ 3 പ്രകാരത്തിലുള്ള പ്രളയങ്ങളുണ്ട്. ആത്മാവിൻ്റെതായിട്ടുള്ള ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് വൈഷമ്യം സംഭവിക്കുമ്പോൾ മഹത്തത്വം ആവിർഭവിക്കുന്നു. അതാണ് ആദ്യത്തേതായിരിക്കുന്ന മഹത് സർഗം. തം നിമിത്തമേവ ത്രിവിധം പ്രളയമാഹ. കാലേനൈവ കേവലേന നിത്യഃ പ്രളയഃ ദ്രവ്യേണ സംഘർഷണാജ്ഞാദിനാ നൈമിത്തികഃ ഗുണൈഃ സ്വസ്വകാര്യം ഗ്രസദ്ഭിഃ പ്രാകൃതിഃ. അത് കാരണം 3 വിധത്തിലുള്ള പ്രളയം ഉണ്ടാവും എന്ന് പറഞ്ഞു. കാലേനൈവ, കാലം കൊണ്ടുണ്ടാവുന്ന കേവലം നിത്യപ്രളയം എന്ന് പറയുന്നത്. ദ്രവ്യേണ, ദ്രവ്യം കൊണ്ടുണ്ടാവുന്ന ദ്രവ്യം കൊണ്ട് സംഘർഷണാഗ്നിയാദീന, അഗ്നി, ആകർഷണം ഇവയൊക്കെ കൊണ്ടുണ്ടാവുന്ന
ഇത് നൈമിത്തിക പ്രളയം എന്ന് പറയും. ഗുണൈഹി സ്വസ്വകാര്യം ഗ്രസദ്ഭി, ഗുണങ്ങളാൽ ഉണ്ടാകുന്ന പ്രാകൃതിക പ്രളയം എന്ന് പറയും. പ്രതിസംക്രമം എന്നാൽ പ്രളയം, നിത്യം, നൈമിത്തികം, പ്രാകൃതികം എന്നിങ്ങനെ 3 വിധം. കാലാവധിക്ക് വരുന്ന പ്രളയം നിത്യം, കാലം കഴിഞ്ഞ് വരുന്ന ആ പ്രളയത്തിന് നിത്യം എന്ന് പറയും. ദ്രവ്യത്തിന്റെ സ്വാധീനത്താൽ ഉണ്ടാവുന്ന പ്രളയത്തിന് സംഘർഷണമുഖത്ത് നിന്നും ഉത്ഭവിക്കുകയാണത്. അഗ്നി ഉണ്ടായ പ്രളയം, അതിന് നൈമിത്തികം എന്ന് പറയും. കാരണങ്ങളായിരിക്കുന്ന ഗുണങ്ങൾ അതാതിൽ നിന്നും ഉണ്ടാവുന്ന കാര്യങ്ങളെ സ്വയം ഗ്രസിക്കുന്നത് മടക്കിയെടുക്കൽ. കാരണങ്ങളായിരിക്കുന്ന ഗുണങ്ങള് അതാതിൽ നിന്നും ഉണ്ടാവുന്ന കാര്യങ്ങളെ സ്വയം മടക്കിയെടുക്കൽ ഏതോ അത് പ്രാകൃതിക പ്രളയം എന്ന് പറയും. പ്രകൃത്യാ ഉണ്ടാകുന്നവ എന്നർത്ഥം. ഇവയെ തന്നെ പുനർവിഭജനം ചെയ്ത് ആത്യന്തികം എന്നൊന്നുകൂടി ചേർത്ത് പ്രളയങ്ങൾ 4 വിധം ആണെന്ന് ദ്വാദശ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ പ്രളയകാലം സംഘർഷണമുഖാഗ്നി, സ്വസ്വകാര്യങ്ങളെ ഗ്രസിക്കുന്ന ത്രിഗുണങ്ങൾ ഇവയാൽ യഥാക്രമം നിത്യമെന്നും നൈമിത്തികമെന്നും പ്രാകൃതമെന്നും 3 തരത്തിൽ ഭവിക്കുന്നു. ആദ്യത്തേത് മഹത്തത്വത്തിന്റെ സൃഷ്ടിയാണ്. ആ ഭഗവാനിൽ നിന്ന് ആദ്യം ത്രിഗുണങ്ങൾക്ക് സാമ്യാവസ്ഥ വിട്ടിട്ട് വൈഷമ്യം വരുന്നു. അങ്ങനെ അതുതന്നെയാണ് മഹത്തത്വം എന്ന് പറയപ്പെടുന്നത്. ഇതിൽ പറഞ്ഞു എന്താണ്, സൃഷ്ടി ദശവിധമായി ഈ വിശ്വത്തിന്റെ പ്രളയം 3 വിധം. കാലം നിമിത്തം നാശം, കാലം നിമിത്തം നാശം പ്രളയം ഉണ്ടാവുന്നു. ദ്രവ്യം നിമിത്തം നാശം ഉണ്ടാകുന്നു. ഗുണങ്ങൾ നിമിത്തം നാശം ഉണ്ടാകുന്നു. 3ഉം പ്രളയമാണ്. കാലം കൊണ്ടുണ്ടാവുന്നത് നിത്യപ്രളയം, ദ്രവ്യം കൊണ്ടും അഗ്നി കൊണ്ടും ഉണ്ടാവുന്നത് നൈമിത്തിക പ്രളയം, ഗുണം കൊണ്ട് ആ പ്രാകൃതിക പ്രളയം ഉണ്ടാകുന്നു. പ്രാകൃതിക പ്രളയം ഉണ്ടാകുന്നു. അങ്ങനെ സൃഷ്ടിപ്രകാരങ്ങളെ പറ്റി ഏറ്റവും വിശദമായിട്ടുള്ള പഠനത്തിന് പത്മപുരാണം സൃഷ്ടിഖണ്ഡം നോക്കിയാൽ അറിയാം. മഹത്സർഗത്തിന് കാരണഭൂതമായിരിക്കുന്ന ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയുടെ ക്ഷോഭം ആ ഭഗവാങ്കൽ നിന്ന് തന്നെയാണെന്ന് സംഭവിക്കുന്നതെന്ന് പറയുന്ന ആത്മനഃ ഹരേഹ സകാശാത് എന്ന് ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. മഹദാദി തത്വങ്ങൾക്ക് വേദാന്തത്തിൽ അംഗീകാരം ഇല്ലെന്നാണ് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ അഭിപ്രായം. സാംഖ്യ സൂത്ര വ്യാഖ്യാതാവായിരിക്കുന്ന വിജ്ഞാനയോഗിയുടെ പക്ഷത്തില് ആ വേദാന്തത്തിലും മഹദാദിക്രമത്തിലാണ് സൃഷ്ടിക്രമം. തഥാ വേദാന്ത സൂത്രം അപി മഹദാദിക്രമേണ ഇവ സൃഷ്ടിം വക്തി അന്തരാ വിജ്ഞാനമനസി ക്രമേണ തല്ലിംഗാ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇനി 15-ാമത്തെ ശ്ലോകം നോക്കാം. ദ്വിതീയസ്ത്വഹമോ യത്ര ദ്രവ്യജ്ഞാനക്രിയോദയഃ ഭൂതസർഗസ്തൃതീയസ്തു തന്മാത്രോ ദ്രവ്യശക്തിമാൻ. ദ്വിതീയസ്ത്വഹമോ യത്ര, രണ്ടാമത്തേതായിരിക്കുന്ന അഹംതത്വം, മഹത്തത്വം കഴിഞ്ഞ അഹംതത്വം. എത്ര ദ്രവ്യജ്ഞാനക്രിയോദയ, ആ ദ്രവ്യം ജ്ഞാനം ക്രിയ ഇവയിൽ നിന്നും ഉണ്ടാകുന്നു. ഭൂതസർഗസ്തൃതീയസ്തു, മൂന്നാമത്തേതായിട്ടുള്ള സർഗം ഭൂതങ്ങള്. തൃതീയം, മൂന്നാമത്തേതാകത്തെ തന്മാത്രകള്, ശബ്ദസ്പർശാദി രൂപത്തിലുള്ളത്. തൃതീയസ്തു തന്മാത്രോ ദ്രവ്യശക്തിമാൻ, ശബ്ദസ്പർശാദി രൂപത്തിലുള്ള തന്മാത്രകള് ആ ദ്രവ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ശക്തിയുള്ളത് ആയിട്ടുള്ള അഭൂതസർഗം ആയിട്ട് ഉണ്ടാവുന്നു. അപ്പോൾ അഹമോ യത്ര ദ്രവ്യജ്ഞാനക്രിയോദയഃ ഭൂതസർഗാഃ തൃതീയസ്തു തന്മാത്രോ ദ്രവ്യശക്തിമാൻ. അപ്പോൾ യത്ര, യാതൊന്നിൽ, ദ്രവ്യജ്ഞാനക്രിയോദയഃ, ദ്രവ്യം ജ്ഞാനം ക്രിയ ഇവയുടെ ഉദയം ഉണ്ടാകുന്നുവോ അത് അഹം തത്വത്തിൻ്റെതായിരിക്കുന്ന ആ സൃഷ്ടി അവിടെ ഉണ്ടായി. ദ്വിതീയഹതു, രണ്ടാമത്തെ സർഗമാണ്, സൃഷ്ടിയാണ്. തൃതീയഹതു, മൂന്നാമത്തേതാകട്ടെ തന്മാത്ര, ശബ്ദസ്പർശരൂപരസഗന്ധം
തുടങ്ങിയിട്ടുള്ള തന്മാത്രകൾ, ആ തന്മാത്രത്തിലുള്ളതും ദ്രവ്യശക്തിമാൻ, ദ്രവ്യങ്ങളെ ഉൽപ്പാദിക്കപ്പെടാൻ ശക്തിയുള്ളതും ആയിട്ടുള്ളതാണ്. ദ്രവ്യങ്ങളെ ഉൽപ്പാദിക്കപ്പെടാൻ ശക്തിയുള്ളതുമായിട്ടുള്ള ഭൂതസർഗ, ഭൂത സൃഷ്ടിയാണ് മൂന്നാമത്തേതായിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. എത്ര യാതൊന്നിൽ ദ്രവ്യജ്ഞാനക്രിയോദയ, ദ്രവ്യം ജ്ഞാനം ക്രിയ ഇവയുടെ ഉദയമുണ്ടാകുന്നുവോ അത് അഹമഹ, അഹം തത്വത്തിൻ്റെതായിരിക്കുന്ന ദ്വിതീയഹത്തു രണ്ടാമത്തെ സർഗം അത്രേ. തൃതീയഹത്തു മൂന്നാമത്തേതാകട്ടെ തന്മാത്ര ശബ്ദസ്പർശാദി ഗുണരൂപത്തിലുള്ളതും ദ്രവ്യശക്തിമാൻ, ദ്രവ്യങ്ങളെ ഉൽപ്പാദിക്കാൻ ശക്തിയുള്ളതുമായിരിക്കുന്ന ഭൂതസർഗ, ഭൂതസർഗവും ആകുന്നു. പദത്തെ അന്വയം. എത്ര ദ്രവ്യജ്ഞാനക്രിയോദയ അഹമഹ ദ്വിതീയഹത്തു തൃതീയഹത്തു തന്മാത്ര ദ്രവ്യശക്തിമാൻ ഭൂതസർഗ. എന്നുകൂടി പറയാം. എത്ര ദ്രവ്യജ്ഞാനക്രിയോദയ അഹമഹ ദ്വിതീയഹത്തു തൃതീയഹത്തു തന്മാത്ര ദ്രവ്യശക്തിമാൻ ഭൂതസർഗ. യാതൊന്നിൽ ആ ദ്രവ്യം ജ്ഞാനം ക്രിയ ഇവയുടെ ഉദയമുണ്ടാകുന്നുവോ അത്, യാതൊന്നിൽ ആ ദ്രവ്യം ജ്ഞാനം ക്രിയ ഇവയുടെ ഉദയമുണ്ടാകുന്നുവോ അത് അഹം തത്വത്തിൻ്റെതായ രണ്ടാമത്തെ സർഗമത്രേ. അത് അഹങ്കാര തത്വത്തിൻ്റെതായ രണ്ടാമത്തെ സർഗമത്രേ. മൂന്നാമത്തേതാകട്ടെ ശബ്ദ രൂപ രസ ഗന്ധസ്പർശനാദി, ആ ശബ്ദസ്പർശാദി രൂപത്തിലുള്ളതും ദ്രവ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ശക്തിയുള്ളതുമായിരിക്കുന്ന ആ ഭൂതസർഗം ആകുന്നു. മൂന്നാമത്തേതാകട്ടെ ആ ശബ്ദസ്പർശാദി രൂപത്തിലുള്ള ആ തന്മാത്രകൾ, അതും ആ ദ്രവ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ ശക്തിയുള്ളതായിട്ടുള്ള ആ ഭൂതസർഗം ആകുന്നു. അപ്പൊ ദ്രവ്യം ജ്ഞാനം ക്രിയ എന്നിവയെ ഉൽപ്പാദിപ്പിക്കുന്ന അഹങ്കാര തത്വമാണ് രണ്ടാമത്തെ സർഗം. ദ്രവ്യശക്തിയോടും തന്മാത്രകളോടും കൂടിയിരിക്കുന്ന ഭൂതസൂക്ഷ്മ സൃഷ്ടിയാണ് മൂന്നാമത്തെ സർഗം. ഇവിടെ ദ്രവ്യം ശബ്ദത്തിന് ആ പഞ്ചഭൂതങ്ങളെന്നും ജ്ഞാനശബ്ദത്തിന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ഭൂതങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയ, ക്രിയാശബ്ദത്തിന് 5 കർമ്മേന്ദ്രിയങ്ങൾ ആചാര്യന്മാർ കൽപ്പിക്കുന്നു. ദ്രവ്യാദയോ വക്ഷ്യമാണാസ്ത്രയ സർഗാ ദ്രവ്യശക്തിമാൻ മഹാഭൂതോൽപാദക എന്ന് ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. ദ്രവ്യം ജ്ഞാനം ക്രിയ എന്നീ 3 എണ്ണം ഇനിമേൽ പറയാൻ പോകുന്ന ആ 3 വിധം സർഗങ്ങൾ. ദ്രവ്യശക്തിമാൻ എന്നാൽ മഹാഭൂതങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവൻ എന്നർത്ഥം. ആ ദ്രവ്യശക്തി മഹാഭൂതോൽപത്തിക്ക് കാരണമായതെന്ന് ഉത്തരാർത്ഥത്തിൽ പറഞ്ഞു. ജ്ഞാനശക്തിയും ക്രിയാശക്തിയും അടുത്തതിൽ പറയുന്നു. അപ്പോൾ ഏതൊന്നിൽ താമസം സാത്വികം രാജസം എന്നിപ്രകാരമുള്ള ത്രിവിധ സൃഷ്ടി ഭവിക്കുന്നു, ആ അഹങ്കാര സൃഷ്ടി രണ്ടാമത്തേതാണ്. മഹാഭൂതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളതും തന്മാത്ര പ്രതിപാദ്യവുമായിരിക്കുന്ന ഭൂതസൂക്ഷ്മങ്ങളുടെ സൃഷ്ടിയാണ് മൂന്നാമത്തേത്. പരമാത്മാവിൽ നിന്ന് കാലശക്തി നിമിത്തം സത്വാദി ഗുണത്രയങ്ങൾ സൗമ്യാവസ്ഥയെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ സാമ്യാവസ്ഥയെ ഉപേക്ഷിച്ചിട്ട് ഒന്നോടൊന്ന് അധികരിച്ചു വന്നതുകൊണ്ട് നേരിട്ടതായിരിക്കുന്ന പ്രകൃതിയുടെ വികാരം, അതാണ് ആദ്യത്തെ സർഗം. ഈ പ്രകൃതി വികാരത്തിന് മഹത്തത്വം എന്ന് പേര്. അതിനാൽ മഹത്തത്വത്തിന്റെ ഉൽപ്പത്തി ഒന്നാമത്തെ സർഗം. രണ്ടാമത്തെ പ്രകൃതി വികാരത്തിന് അഹങ്കാരതത്വം എന്ന് പേര്. ഇതിനെ അഹങ്കാര സൃഷ്ടി എന്ന് പറയും. ഇതിൽ നിന്ന് പൃഥ്വി മുതലായിട്ടുള്ള 5 ഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ ശബ്ദാദികളായിരിക്കുന്ന 5 വിഷയങ്ങൾക്ക് തന്മാത്രകൾ എന്ന് പേർ. അതിൽ നിന്ന് ആകാശാദികളുടെ ദ്രവ്യങ്ങൾ ഉണ്ടാകുന്നു. ആകാശാദി ദ്രവ്യങ്ങൾക്ക് ഭൂതങ്ങൾ എന്ന് സാമാന്യമായിട്ട് പറയുന്നു. അങ്ങനെ ആ ഭൂതസൃഷ്ടി മൂന്നാമത്തേത്. ഇതാണ് അതിൽ പറയുന്നത്. അപ്പോൾ 16ാമത്തെ ശ്ലോകം നോക്കാം. ചതുർത്ഥ ഐന്ദ്രിയ, 4ാമത്തേതായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടി സർഗ. ചതുർത്ഥ ഐന്ദ്രിയ സർഗോ യസ്തു ജ്ഞാനക്രിയാത്മക. അത് എന്തുകൊണ്ടാണ്? ജ്ഞാനവും കർമ്മവും ഉൾക്കൊണ്ടിട്ടുള്ള ഇന്ദ്രിയ സൃഷ്ടി. ജ്ഞാനക്രിയാത്മക വൈകാരികോ ദേവസർഗ. ഇന്ദ്രിയാധിഷ്ഠാനമായിരിക്കുന്ന ദേവതകളാണ്, ദേവതകളുടെ സൃഷ്ടിയാണ് സാത്വികമായിട്ടുള്ള സൃഷ്ടി. പഞ്ചമോ, അതിനെ 5ാമത്തെ സൃഷ്ടി. പഞ്ചമോ യന്മയം മനഃ, അതിൽ നിന്നും 5ാമത്തെ സൃഷ്ടിയായിരിക്കുന്ന മനസ്സ്. ഒന്നുകൂടി പറയാം. ചതുർത്ഥ ഐന്ദ്രിയ, 4ാമത്തെ സൃഷ്ടിയാകട്ടെ
ഐന്ദ്രിയ സർഗോ ആ സൃഷ്ടിയാകട്ടെ യസ്തു ജ്ഞാനക്രിയാത്മക ജ്ഞാനവും കർമ്മവും ഉൾക്കൊണ്ട ആ ഇന്ദ്രിയ സൃഷ്ടിയാണ്. വൈകാരികോ ദേവസർഗ പഞ്ചമോ അഞ്ചാമത്തേത് ആ സാത്വികമായിരിക്കുന്ന ആ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളുടെ സൃഷ്ടിയാണ്. സർഗ പഞ്ചമോ യന്മയം മനഃ മനസ്സ് മനം മനഃ യന്മയം മനസ്സ് അതിൽ പെട്ടത് തന്നെ, മനസ്സും അതിൽ പെട്ടതാണ്. അപ്പോൾ അതിലത്തെ പദങ്ങള് ചതുർത്ഥ നാലാമത്തെ സർഗ തു സൃഷ്ടിയാകട്ടെ ജ്ഞാനക്രിയാത്മക ജ്ഞാനവും കർമ്മവും ഉൾക്കൊണ്ട ഇന്ദ്രിയ സൃഷ്ടിയുമാണ്. പഞ്ചമഹ അഞ്ചാമത്തെ വൈകാരിക സാത്വികമായിരിക്കുന്ന ദേവസർഗ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളുടെ സൃഷ്ടിയാണ്. മനഃ യന്മയം മനസ്സും അതിൽപ്പെട്ടത് തന്നെ. ഒന്നുകൂടി പറയാം. ചതുർത്ഥ നാലാമത്തെ സർഗ തു സൃഷ്ടിയാകട്ടെ ജ്ഞാനക്രിയാത്മക ജ്ഞാനവും കർമ്മവും ഉൾക്കൊണ്ട ഇന്ദ്രിയ സൃഷ്ടിയാണ്. പഞ്ചമഹ അഞ്ചാമത്തേത് വൈകാരിക സാത്വികമായിരിക്കുന്ന ദേവസർഗ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളുടെ സൃഷ്ടിയാണ്. മനഃ യന്മയം മനസ്സും അതിൽപ്പെട്ടത് തന്നെ. ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും സർഗമാണ് നാലാമത്തേത്. സാത്വികമായ ദേവസർഗമാണ് അഞ്ചാമത്തേത്. സാത്വികമായിരിക്കുന്ന മനസ്സും അതിൽ ഉൾപ്പെടും. സത്വത്തിന് വൈകാരികമെന്ന സംജ്ഞ ലഭിച്ചത് എങ്ങനെയെന്ന് അഞ്ചാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയങ്ങള് എന്നിവയുടെ സൃഷ്ടിയാണ് നാലാമത്തേത്. അങ്ങനെ യാതൊരു സത്വത്തിന്റെ വികാരമാണോ മനസ്സ് ആ സാത്വിക വികാരാത്മകമായിരിക്കുന്ന ദേവതകളുടെ സൃഷ്ടിയാണ് അഞ്ചാമതായിട്ട് വരുന്നത്. അപ്പോൾ അഹങ്കാരം 3 വിധം. സത്വഗുണപ്രധാനമായിരിക്കുന്ന അഹങ്കാരത്തിന്റെ കാര്യസ്വരൂപമാണ് ഇന്ദ്രിയാഭിമാനികളായ ദേവതകളുടെ സർഗം. അതിൽ ഉൾപ്പെട്ടത് തന്നെ മനസ്സും. ഇത് അഞ്ചാമത്തെ സർഗമാകുന്നു. ജീവന്മാർക്ക് സ്വരൂപ ബോധം ഇല്ലാതെയാക്കി തീർക്കുന്ന അവിദ്യയുടെ സൃഷ്ടി അങ്ങക്ക് ഈ അവിദ്യയുടെ ബാധയില്ലാതെ വന്നിരിക്കുന്നു. അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. പ്രാകൃത വൈകൃതികോ ആദ്യോ മഹത സർഗ ആദ്യത്തേത് മഹത്തത്വം. അഹങ്കാരസ്യ ദ്വിതീയ സർഗ രണ്ടാമത്തെ സൃഷ്ടി അഹങ്കാരം. മഹാഭൂതാനാം തൃതീയ സർഗ ഭൂതസർഗ തന്മാത്രകളാകുന്ന ഭൂതതന്മാത്രകളുടെ സർഗത്തെ തൃതീയം മൂന്നാമത്തേത്. ഇന്ദ്രിയാണാം ചതുർത്ഥ ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടി നാലാമത്തേത്. ദേവതാനാം പഞ്ചമ അഞ്ചാമത്തേതായിട്ടുള്ള സൃഷ്ടികള് ദേവതകൾ. ഇതാണ് ആ സൃഷ്ടിയുടെ ക്രമപ്രകാരമാണ് വരുന്നത്. ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.